ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ രണ്ടാമത്തെ യൂണിറ്റിലുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഈ ചാപ്റ്റർ എന്താണ്? ഈ ചാപ്റ്ററിൽ നമ്മളൊരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് കാണുന്നത്. ആത്മകഥാംശമുള്ള ഒരു എഴുത്ത യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാ. ഇനി ആരുടെ ജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശ്രീകാന്ത് ബോളയാണ് നമ്മുടെ റൈറ്ററുടെ പേര്. ഇദ്ദേഹം ഒരു ആന്ധ്രാപ്രദേശുകാരനായിട്ടുള്ള ഒരു ബ്ലൈൻഡ് ഓൺട്രപ്രനർ ആണ്. ജന്മന കണ്ണ് കാണാത്ത ഒരു ബിസിനസ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ശ്രീകാന്ത് ബോള എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഒരു ഏർലി ലൈഫ്, തുടക്കകാല ജീവിതം എങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. He was born blind in 1991 in മച്ചിലിപട്ടണം, ആന്ധ്രാപ്രദേശിലുള്ള മച്ചിലിപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് 1991 കണ്ണ് കാണാത്ത ഒരാളായിക്കൊണ്ടാണ് അദ്ദേഹം ജനിക്കുന്നത് കേട്ടോ. Parents were poor farmers but raised him with love despite pressure to abandon him. അബാൻഡൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒഴിവാക്കുക, കളഞ്ഞിട്ട് പോവുക. പുള്ളിക്കാരന്റെ പാരൻസിനില്ലേ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു ഈ പുള്ളിക്കാരൻ നമ്മുടെ ശ്രീകാന്തിനെ കളഞ്ഞിട്ട് പോകാൻ. പക്ഷേ they raised him with love. അവനെ വളർത്തിയത് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടാണ്. He showed a strong desire to learn from an early age. വളരെ ചെറിയൊരു പ്രായത്തിൽ തന്നെ അവന് ഭയങ്കര ഒരു ഡിസയർ ഉണ്ടായിരുന്നു, ഭയങ്കര കത്തി ജ്വലിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ടു ലേൺ, പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എഡ്യൂക്കേഷനിൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ശ്രീകാന്ത് ബോള. He was denied science in school due to blindness. കണ്ണ് കാണില്ല എന്ന ഒരൊറ്റ കാരണത്താലല്ലേ അവന് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോകുന്ന സമയത്ത് +2 സയൻസ് എടുക്കാൻ അവൻ ഡിനൈഡ് ആയിരുന്നു. സ്കൂളുകളൊന്നും സമ്മതിച്ചില്ല എന്ന് കാണാം. പക്ഷെ അവൻ വിട്ടുകൊടുക്കോ? He fought in court and won the right to study science. അങ്ങനെ അദ്ദേഹം കോടതിയിലൊക്കെ യുദ്ധം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സയൻസ് പഠിക്കാനുള്ള ഒരു അവകാശം നേടിയെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. He excelled in studies, got admission in MIT USA, rare achievement for a visually impaired village student. ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ജന്മന കണ്ണ് കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലേ MIT USA. MIT നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അമേരിക്കയിലുള്ള MIT അല്ലെങ്കിൽ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. അവിടെ കണ്ണ് കാണാത്ത അല്ലെങ്കിൽ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വില്ലേജ് സ്റ്റുഡന്റിന് അത് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെയർ ആൻഡ് ബിഗ് അച്ചീവ്മെന്റ് എന്ന് നമുക്ക് കാണാം. ഇനി അദ്ദേഹത്തിന്റെ ഒരു കരിയറും അദ്ദേഹം സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചുകൂടെ നമ്മൾ അറിയേണ്ടത്. 2012 അദ്ദേഹം ബോളൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ മെന്റേഴ്സിന്റെ അല്ലെങ്കിൽ ഉപദേഷ്ടാവിന്റെ ഒക്കെ സഹായത്തിൽ കേട്ടോ. അതിനുശേഷം ആ കമ്പനി തുടങ്ങി വെച്ച എന്താന്ന് വെച്ചാൽ ഇക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ് ആണ്. എന്ന് വെച്ചാൽ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിലുള്ള പാക്കേജിംഗ് ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ദേ യൂസ് നാച്ചുറൽ ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ്. അവർ യൂസ് ചെയ്തിരുന്നത് പ്രകൃതിദത്തമായതോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം മെയിനായിട്ട് ഹയർ ചെയ്തിരുന്നില്ലേ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള ആളുകളെയാണ് അദ്ദേഹം കൂടുതലായിട്ടും ജോലിക്ക് വെച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. 2016 അദ്ദേഹം സർജ് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ വേറൊരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫോർ സോഷ്യൽ ചേഞ്ച് ആൻഡ് ഇന്ത്യാസ് 2030 SDGs. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു ഫെയിം എത്രത്തോളാണെന്നുള്ളതും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റെക്കഗ്നിഷൻ എന്താ പറയുക, അദ്ദേഹത്തിന് എങ്ങനെയാണ് ലോകം തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. 2020 ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റാർട്ട് ചെയ്തിരുന്ന ലീഡ് ഇന്ത്യ 2020 മൂവ്മെന്റിന്റെ അതിന്റെ ഒരു മെയിൻ പാർട്ടായിരുന്നു നമ്മുടെ ശ്രീകാന്ത് ബോള എന്ന് പറയുന്നത്. അദ്ദേഹം 2005 മുതൽ ഇതിന്റെ യൂത്ത് ലീഡറും ആയിരുന്നു. 2017 ഹി ഫീച്ചേർഡ് ഇൻ ഫോബ്സ് ഏഷ്യ 30 under 30. ഫോബ്സ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു മാഗസിൻ ആട്ടോ. ആ മാഗസിനിൽ 30 under 30 അവർ തെരഞ്ഞെടുത്ത 30 പേരിൽ ഒരാളായിരുന്നു നമ്മുടെ ശ്രീകാന്ത് ബോള എന്ന് പറയുന്നത്. 2024 അദ്ദേഹത്തിന്റെ ബയോഗ്രഫിക്കൽ ഫിലിം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ് ശ്രീകാന്ത് എന്ന് പറയുന്നത്. അത് 2024 റിലീസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്? എന്താ? ചാലഞ്ചസ് ക്യാൻ ബി ടേൺഡ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ, പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എന്താക്കി മാറ്റാം? അവസരങ്ങളാക്കി മാറ്റാം, ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാം. ഡിസബിലിറ്റി ഈസ് നോട്ട് എ ലിമിറ്റേഷൻ, ഹാർഡ് വർക്ക് ബ്രിങ്സ് സക്സസ്. ഡിസബിലിറ്റി ഒന്നും ഒരാളെ ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിച്ച ഒരാളാണ്, അല്ലാതെ വെറുതെ കൊണ്ട് പറയല്ല. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്ത് കാണിച്ച ഒരാളാണ് ശ്രീകാന്ത് എന്ന് പറയുന്നത്. സോ സ്ട്രോങ് മെസ്സേജ് ഓഫ് ഹോപ്പ്, ഇൻക്ലൂഷൻ ആൻഡ് എംപവർമെന്റ്. എന്തിനെ കുറിച്ചിട്ടുള്ള? ഹോപ്പിനെ കുറിച്ചിട്ടൊരു മെസ്സേജ് ഉണ്ട്, പ്രതീക്ഷയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇൻക്ലൂഷൻ, ഉൾപ്പെടുത്തണം. നമ്മൾ സമൂഹത്തിലുള്ള എല്ലാ തരം ആളുകളെയും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇൻക്ലൂഷൻ എന്ന് ഇവിടെ പറയാം. ഇൻക്ലൂസിവിറ്റി അല്ലെങ്കിൽ ഇൻക്ലൂഷൻ. എംപവർമെന്റ്, ശാക്തീകരണം. ഇതുപോലെ പലപ്പോഴും സമൂഹം അവോയ്ഡ് ചെയ്യുന്ന, സമൂഹം ഇഗ്നോർ ചെയ്യുന്ന ആളുകളൊക്കെ അല്ലേ
എംപവർ ചെയ്യണം എന്നുള്ളതും അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്, ശക്തിപ്പെടുത്തണം എന്നുള്ളതും അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. ഹീസ് എ റോൾ മോഡൽ ഫോർ യൂത്ത്, എസ്പെഷ്യലി ദോസ് ഫേസിങ് ഡിഫിക്കൽട്ടി. സമൂഹത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഓബ്സ്റ്റക്കിൾസ്, ചാലഞ്ചസ്, സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ യുവതലമുറക്ക് തന്നെ അദ്ദേഹം ഒരു ഇൻസ്പിറേഷനാണ്, അദ്ദേഹം ഒരു റോൾ മോഡലാണ് എന്ന് കാണിച്ചു തരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. ബാരിയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? തടസ്സങ്ങളാണ്. ആ ബാരിയേഴ്സിനൊക്കെ ആ തടസ്സങ്ങളൊക്കെ അതിനൊക്കെ തരണം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ മുന്നിലേക്ക് വരാൻ നമ്മളെ പ്രചോദനം തരുന്ന, ഇൻസ്പിറേഷൻ തരുന്ന ഒരു ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ് ആണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. ഞാൻ പറക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.